ലോകത്തിലെ 7 മഹാത്ഭുതങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. കൊളോസിയം, പുരാതന റോമൻ മഹത്വത്തിന്റെ കാലാതീതമായ പ്രതീകമായി നിലകൊള്ളുന്ന ഇറ്റലിയിലെ കൊളോസിയം അതിന്റെ ഗംഭീരമായ സാന്നിധ്യത്താൽ സന്ദർശകരെ നൂറ്റാണ്ടുകളായി ആകർഷിക്കുന്നു. അനേകം നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള കാണികളുടെ ആഹ്ലാദ പ്രകടനത്തെ പ്രതിധ്വനിപ്പിക്കുന്ന ഗ്ലേഡിയേറ്റർ പോരാട്ടത്തിന്റെ കഥകൾ മന്ത്രിക്കുന്നതാണ് ഈ കൊളോസിയം. റോമൻ എഞ്ചിനീയറിംഗിന്റെ ഒരു അത്ഭുതം, ഈ ലോകത്തെ മുഴുവൻ ഭരിച്ചിരുന്ന ഒരു സാമ്രാജ്യത്തിന്റെ തെളിവിനായി നിലകൊള്ളുന്നതാണ് ഈ കൊളോസിയം. അത് മനുഷ്യന്റെ നേട്ടങ്ങളുടെ ശാശ്വത ബിംബമായി ഇന്നും നിലകൊള്ളുന്നു. ഏകദേശം 1937 വർഷത്തോളം പഴക്കമുള്ള ഈ അത്യപൂർവ സൃഷ്ടി ലോകത്തിന്റെ നെറുകയിലെ ഏറ്റവും വലിയ മഹാത്ഭുതങ്ങളിലൊന്നായി ഇന്നും നിലകൊള്ളുന്നു. ഇത് ചൈനയിലെ വൻമതിൽ. നമ്മുടെ ചന്ദ്രനിൽ നിന്ന് നഗ്നനേത്രങ്ങൾ ഉപയോഗിച്ച് കാണാവുന്ന ഒരേയൊരു മനുഷ്യനിർമ്മിതമായ വസ്തുവാണ് ചൈനയിലെ വൻമതിൽ. ശാഖകളടക്കം 6325 കിലോമീറ്റർ നീളമുള്ള വൻമതിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത വസ്തുക്കളിലൊന്നാണ്. അത്ഭുതമെന്ന് പറയട്ടെ, ഈ വൻമതിലിന്റെ നിർമ്മാണത്തിനായി 5 ലക്ഷത്തോളം കർഷകരും കുറ്റവാളികളുമായിരുന്നു നിയോഗിക്കപ്പെട്ടത്. പിന്നീട് വെയ് രാജവംശം അധികാരത്തിൽ വന്നപ്പോൾ 10 ലക്ഷത്തിലധികം ആളുകൾ പണിയെടുത്ത ലോകത്തിലെ ഒരേ ഒരു അത്ഭുതം കൂടിയാണ് ഈ വൻമതിൽ. ഇത് ജോർദാനിലെ പെട്ര. ലോകത്തിലെ 7 അത്ഭുതങ്ങളിലൊന്നാണിത്. റോസാപ്പൂവിന്റെ നിറത്തിലുള്ള ചുവപ്പ് പാറകളിൽ കൊത്തിയ പുരാതന നഗരം. ഇതിൽ കൽക്കെട്ടുകളോ തമ്മിൽ യോജിപ്പിക്കുന്ന സിമന്റ് പോലെയുള്ള മിശ്രിതങ്ങളോ ഉപയോഗിച്ചിട്ടില്ല. പാറക്കല്ല് ചുഴഞ്ഞെടുത്ത് നിർമ്മിച്ച അതിസങ്കീർണമായ വാസ്തുവിദ്യ. ഏതൊരു വാസ്തുവിദ്യ പഠിക്കുന്ന വിദ്യാർത്ഥിയും കാണേണ്ട അതിവിശിഷ്ടമായ ഘടന. ലോകത്തിലെ തന്നെ അതിപുരാതന നാഗരികതകളുടെ ഒരു വലിയ തെളിവാണ് ഈ ജോർദാനിലെ പെട്ര എന്ന അത്യത്ഭുതം. ഇത് മാച്ചു പിച്ചു, യുനെസ്കോയുടെ ലോക പൈതൃകമെന്ന നിലയിൽ അതിന്റെ ചരിത്രപരമായ പ്രാധാന്യവും അത്യതിശയിപ്പിക്കുന്ന പ്രകൃതി സൗന്ദര്യവും കൊണ്ട് സന്ദർശകരെ ആകർഷിക്കുന്നു. ഇത് ലോകത്തിലെ ഏറ്റവും അമൂല്യമായ പുരാവസ്തുക്കളിലൊന്നാണ്. പെറുവിലെ ആൻഡീസ് പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന മാച്ചു പിച്ചു ഇൻകാൻ എഞ്ചിനീയറിംഗിന്റെയും വാസ്തുവിദ്യയുടെയും അത്ഭുതമാണ്. ജ്യോതിശാസ്ത്രത്തിന്റെ സൂര്യക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈ അത്യപൂർവമായ ഈ നിലയിടം അനേകായിരം ജലസേചന സംവിധാനങ്ങളുള്ള കാലാവസ്ഥയിൽ സ്വർഗതുല്യമായ ഒരിടം കൂടിയാണ്. ചിച്ചൻ ഇറ്റ്സ പുരാതന എഞ്ചിനീയറിംഗിലെ ഒരു അത്ഭുതമാണ്. എൽ കാസ്റ്റില്ലോ ഗംഭീരമായ വലിപ്പമുള്ള ഗ്രേറ്റ് ബോൾഡ് കോർട്ട് ഒരു പുരാതന കളിയുടെ പ്രതിധ്വനികൾ ഇവിടെ പ്രതിധ്വനിപ്പിക്കുന്നു. മായന്മാരുടെ ജ്യോതിശാസ്ത്രത്തെക്കുറിച്ചുള്ള വിപുലമായ ധാരണയെക്കുറിച്ച് എൻകാരക്കോൽ എന്ന നിരീക്ഷണാലയം സൂചന നൽകുന്നു. അവരുടെ കരകൗശലത്തിന്റെ തെളിവിനായി ലോകത്തിലെ തന്നെ അതിസങ്കീർണമായ കല്ലിനാൽ തീർത്ത കൊത്തുപണികൾ കൊണ്ട് പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇതും ലോകത്തിലെ യുനെസ്കോയുടെ പട്ടികയിലുള്ള 7 അത്ഭുതങ്ങളിലൊന്നാണ്. ഇന്ത്യയിലെ താജ്മഹൽ, സ്നേഹത്തിന്റെ കുടീരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ മഹാത്ഭുതം ലോക സഞ്ചാരികളുടെ തന്നെ ഹൃദയം പിടിച്ചെടുത്ത അത്ഭുതങ്ങളിലൊന്നാണ്. പേർഷ്യൻ, ഇസ്ലാമിക്, ഇന്ത്യൻ വാസ്തുവിദ്യാ ശൈലികളിൽ നിന്നുള്ള ഘടകങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് മുഗൾ വാസ്തുവിദ്യയുടെ ഒരു മാസ്റ്റർ പീസ് ആണ് ഈ ഘടന. ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ മാർബിളിൽ തീർത്ത ഈ വലിയ കൊട്ടാരം പ്രണയത്തിന്റെ ശവകുടീരമെന്നും അറിയപ്പെടുന്നു. മുഗൾ ചക്രവർത്തി ഷാജഹാൻ തന്റെ പ്രിയ പത്നി മുംതാസ് മഹലിന്റെ സ്മരണയ്ക്കായി പണിതുയർത്തിയ താജ്മഹൽ പലപ്പോഴും പ്രണയത്തിന്റെ ആത്യന്തിക പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ആയിരക്കണക്കിന് കരകൗശല വിദഗ്ധരുടെ 2 ദശാബ്ദക്കാലത്തെ അധ്വാനമാണ് ഇന്നോളം ലോകം കണ്ട ഈ വലിയ സ്നേഹകുടീരം. അതിസങ്കീർണമായ കാലിഗ്രാഫിയും വെളുത്ത മാർബിൾ മുഖചിത്രത്തിൽ സൂക്ഷ്മമായി കൊത്തിയ
വൈവിധ്യമാർന്ന അലങ്കാരങ്ങൾ കൊണ്ട് താജ്മഹലിനെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മികവുറ്റ സ്മാരകങ്ങളിൽ ഒന്നായി മാറ്റിയിരിക്കുന്നു. ഈ ലോകത്തെവിടെയും കാണാത്ത കറുത്ത മാർബിളിൽ ചെയ്തിരിക്കുന്ന കാലിഗ്രാഫി സ്മാരകത്തിന് ആദരവും മുഗൾ കരകൗശലത്തിന്റെ ഒരിക്കലും മായാത്ത നൈപുണ്യവും നൽകിയിരിക്കുന്നു. ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫിക് ചിത്രങ്ങൾ പകർത്തിയത് നമ്മുടേതെന്ന് മാത്രം വിശേഷിപ്പിക്കാവുന്ന താജ് മഹലിൻ്റെതായിരിക്കാം. ക്രൈസ്റ്റ് ദ റിഡീമർ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2329 അടി മുകളിൽ സ്ഥിതി ചെയ്യുന്ന ബ്രസീലിലെ ഏറ്റവും വലിയ പ്രതിമയാണ് ക്രൈസ്റ്റ് ദ റിഡീമർ. 98 അടി ഉയരമുള്ള ഈ ഭീമാകാരമായ പ്രതിമ ബ്രസീലിലെ ഏറ്റവും പ്രശസ്തമായ സ്മാരകവും ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ലാൻഡ്മാർക്കുകളിലും ഒന്നാണ്. റിയോ ഡി ജനീറോയിൽ സ്ഥിതി ചെയ്യുന്ന ക്രൈസ്റ്റ് ദ റിഡീമർ അഥവാ ക്രിസ്റ്റോ റെഡൻഡർ എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്ന്. നഗരത്തിന്റെ അതിർത്തിക്കുള്ളിലെ ഒരു മഴക്കാടായ ഡിജുക്ക ഫോറസ്റ്റ് നാഷണൽ പാർക്കിലാണ് ഈ മഹാത്ഭുതം സ്ഥിതി ചെയ്യുന്നത്. ഈ ലോകം അറിയാത്ത, നമ്മൾ ആരും തന്നെ ഇന്നുവരെ കണ്ടുപിടിക്കാത്ത എത്രയെത്ര മഹാത്ഭുതങ്ങൾ നിറഞ്ഞതായിരിക്കും നമ്മൾ താമസിക്കുന്ന ഈ ഭൂമി.